ജീവിതത്തിന് പ്രത്യേക ചേരുവകളുണ്ടോ? പാകത്തിന് മധുരം, പാകത്തിന് എരിവ്, ഉപ്പ്. പക്ഷേ അതിൻ്റെ കണക്കെല്ലാം ആരാ ഉണ്ടാക്കുന്നത്? എല്ലാവർക്കും അവരവരുടെ മനോഭാവത്തിലെ ലൈഫ് എന്നത് ഒരിക്കലും ഒന്നാവില്ലല്ലോ. ഇനി അതൊന്നാണെങ്കിലോ നമ്മളെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമോ? അതോ പാവകളെന്നോ? ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ റെസിപ്പിയിൽ കുറച്ച് മധുരം വേണം. മറ്റുള്ളവരോട് കരുണയോടും സ്നേഹത്തിലും പെരുമാറാൻ. പിന്നെ കുറച്ച് എരിവും ഉപ്പൊക്കെ വേണം. അതായത് ഞാൻ കാണാത്ത സ്ഥലങ്ങളെല്ലാം കാണാൻ, സൈക്ലിംഗ് ചെയ്യാൻ, ട്രക്കിംഗ് ചെയ്യാൻ, മലയുടെ മേലെ പോയി സൂര്യോദയങ്ങൾ കാണാൻ, പിന്നെ ബഞ്ചി ജമ്പിങ് ചെയ്യാൻ, പിന്നെ രസകരമായ വഴികൾ കണ്ടെത്താൻ ഈ യൂട്യൂബ് പോലെ. പിന്നെ ഈ നറുമണം വീശുന്ന പോലെ ഒന്ന് വേണം. അതായത് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരെ തിരിച്ചും ഒരുപാട് സ്നേഹിക്കാനും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും. പക്ഷേ ഈ വിഭവങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആവില്ല. നമ്മളതിനെ കഴിയും തോറും പെർഫെക്റ്റ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ആ രുചികളിലെ ചെറിയ പിഴവുകളാവും പിന്നീട് നല്ല രുചി തരിക. അതുകൊണ്ട് തളരാതെ മുന്നോട്ട് പോയാൽ മാത്രം മതി. അല്ലെങ്കിലും ആ ലൈഫ് റെസിപ്പീസ് നമ്മൾ സ്വയം വിളമ്പുന്നതല്ലേ. അതിൽ എങ്ങനെയാണ് വേറെ ഒരാൾ കൈകടത്തുക? എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ലൈഫ് റെസിപ്പീസിലും കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അറിയാതെ ചില വിഭവങ്ങളിൽ റിഗ്രറ്റ് എന്നൊരു സ്വാദം കടന്നു ചെല്ലാം. ശരിയല്ലേ? ഇന്നലകളിലെ പല റിഗ്രറ്റ്സ്. അതിനെ ശരിയാക്കാൻ ഒരു സൂത്രമുണ്ട്. കുറച്ച് ക്ഷമ മതി, സ്വയം ക്ഷമിക്കാനുള്ള ശക്തി. നമ്മൾക്ക് സങ്കടം വന്നേക്കാം. ലൈഫ് നമ്മൾ കരുതുന്ന പോലെ ഒന്നും അല്ലെന്ന്. അതും പറഞ്ഞ് നമ്മൾ കുറേ കരഞ്ഞിരിക്കാം. പക്ഷേ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചേ മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് റെസിപ്പി ഇല്ലേ, അത് റീസ്റ്റാർട്ടും ചെയ്യാം. അതുകൊണ്ട് മേക്ക് യുവർ ഓൺ ലൈഫ് റെസിപ്പി ബ്യൂട്ടിഫുൾ. എപ്പോഴും ഓർക്കുക, അതിലേക്ക് അല്പം സന്തോഷവും ദയയും ക്ഷമയും പ്രതീക്ഷയും സത്യസന്ധതയും അതിരില്ലാത്ത സ്നേഹവും നാളേക്കായുള്ള കൗതുകവും നിറയ്ക്കാൻ. എന്താണ് നിങ്ങളുടെ ലൈഫ് റെസിപ്പി എന്ന് കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള വേറെ വീഡിയോ ആയി വരും വരെ ബൈ ബൈ.